വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കുറച്ച് ഒരു നല്ല പ്രതീക്ഷയും അതുപോലെ തന്നെ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ ഈ ഒരു കുറച്ച് നിമിഷത്തിന് മുമ്പ് പുറത്തു വന്നിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിരന്തരമായിട്ട് ഈ സീസൺ ISL അവസാനിച്ചപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ് ആരൊക്കെ ടീം വിടുമെന്നുള്ളത്. പ്രധാനമായിട്ടും പലർക്കും അറിയാനുണ്ടായിരുന്ന കാര്യം വിദേശ താരങ്ങളിൽ ആരൊക്കെ ടീം വിടുമെന്നുള്ളതാണ്. പലരും മറ്റുള്ള ക്ലബ്ബുകളിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട്, പല ഓഫറുകളും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീസസ് സിമിനിയസിൻ്റെ കാര്യത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പോലും പൊക്കാൻ ഒരു കെൽപ്പുള്ള ഒരു താരമാണ് അദ്ദേഹം എന്നുള്ളത്. ബ്ലാസ്റ്റേഴ്സിലെ പല താരങ്ങൾക്കും പല രീതിയിലുള്ള ഓഫേഴ്സ് വന്നിട്ടുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന സീസണിൽ ഡേവിഡ് കറ്റാലയുടെ ടീമിൽ ഏതൊക്കെ ഫോറിൻ താരങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഒരു സംശയാസ്പദമായിട്ടുള്ള ചോദ്യമാണ്. ബട്ട് സ്റ്റിൽ ഈ ചോദ്യത്തിലെ പ്രധാന കണ്ണികളായിരുന്ന അഡ്രിയാൻ ലൂണ ആൻഡ് നോഹ സദോയ്, അതിൽ നോഹ സദോയ് ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ. അദ്ദേഹം ഇവിടെ തുടരാൻ താല്പര്യമായിട്ടുള്ള ഒരു കളിക്കാരനാണ്. അതുപോലെ തന്നെ തൻ്റെ കഴിവിനനുസരിച്ചുള്ള കളി പുലർത്താനായിട്ടും ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഒരുപാട് റൂമേഴ്സ് ഇവിടെ വരുന്നുണ്ട്, ഞാനതെല്ലാം കേൾക്കുന്നുണ്ട്, എനിക്കതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കിവിടെ ഒരു കരാറ് കൂടെയുണ്ട്. ഇവിടെ എനിക്കൊരു പ്രശ്നവുമില്ല, സൗഹൃദത്തോടു കൂടി തന്നെയാണ് ഞങ്ങളെ ടീം മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഇഞ്ചുറികളും വരാതെ ഞാൻ സൂക്ഷിക്കും എന്നുള്ളൊരു മറുപടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള നോഹ സദോയ് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ നൽകിയിട്ടുള്ളത്. ഇതേ തുടർന്നുണ്ടാകുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് നോഹ സദോയ് അടുത്തൊരു സീസണിലും ഡേവിഡ് കറ്റാലയുടെ ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ചോദ്യം ലൂണയിലേക്കാണ്. ഒരു ഭാഗത്തു നിന്നും അഡ്രിയാൻ ലൂണ കളം വിടുമെന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്, മറ്റൊരു ഭാഗത്തു നിന്നും റൂമർ അടിസ്ഥാനത്തിൽ ലൂണ കളം വിടില്ല, ഒരു സീസൺ കൂടെ ഇവിടെ നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും അഡ്രിയാൻ ലൂണ ടീമിൽ നിന്ന് പോയാൽ അതുപോലെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരനെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. പ്രത്യേകിച്ചും ISL തന്നെ അങ്ങനത്തെ ഒരു കളിക്കാരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ മാനിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. അതിൽ ഗ്രേഗ് സ്റ്റുവേർട്ടിനെയാണ് എനിക്കൊരു താല്പര്യമുള്ളത്. പിന്നെ പലരും പറയും കോർണർ ഷീൽഡ്സിനൊക്കെ അതുപോലെയുള്ള പ്ലേയേഴ്സാണ്, അതുപോലെ അദ്ദേഹത്തേക്ക് സൈൻ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നുള്ളത്. സോ കോർണർ ഷീൽഡ്സ് എന്ന് പറയുന്ന കളിക്കാരൻ അദ്ദേഹം ഒരു വിങ് ബേസ്ഡ് ആയിട്ട് അറ്റാക്കിംഗ് നടത്തുന്ന ഒരു കളിക്കാരൻ കൂടെയാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ് അത്യാവശ്യമായിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ അഡ്രിയാൻ ലൂണ ടീം വിട്ട് കഴിഞ്ഞാൽ അതുപോലെ ഒരു താരം ഇവിടെ വരണം, അല്ലെങ്കിൽ അഡ്രിയാൻ ലൂണ ഇവിടെ നിലനിൽക്കുകയും വേണം. എങ്ങനെ വന്നാലും ഈ ഒരു സൂപ്പർ കപ്പ് സീസണോട് കൂടി നമുക്ക് തീരുമാനിക്കാം ആരായിരിക്കും നിലനിൽക്കുന്നത് എന്നുള്ളത്. ഡൂസൻ ലെക്കോട്ടറുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിലെ അവസാന ചില മത്സരങ്ങളിൽ പലരും എഴുതി തള്ളപ്പെട്ട പേരാണ് ഡൂസൻ ലെക്കോട്ടർ. പക്ഷേ ഈ സീസണിലെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ തൻ്റെ എല്ലാ കഴിവുകളും ഡേവിഡ് കറ്റാലയുടെ മുമ്പിൽ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത സീസണിൽ ഡേവിഡ് കറ്റാലയുടെ ടീമിൽ മഞ്ഞ ജേഴ്സി ഇട്ടുകൊണ്ട് ഡൂസൻ ലെക്കോട്ടറും ഉണ്ടാകുമെന്നുള്ളത് ഒരു 99% ഉറപ്പാണ്. മിലോസ് സെൻസിച്ച് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. മിലോസിനെ വെച്ചിട്ട് സ്റ്റെയർ കളിച്ചിരുന്നത് ഒരു ഹൈ ലൈൻ ഡിഫൻസ് കളിയായിരുന്നു. ബട്ട് കറ്റാലയിലേക്ക് വരുമ്പോൾ അത് അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം നല്ല ബുദ്ധിക്കാണ് മിലോസിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു ചോദ്യമാണ്. മിലോസിനേക്കാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള CB വന്നാൽ ഉപകാരമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ നമ്മുടെ ഫോർവേഡ് താരമായിട്ടുള്ള ദ ഗാനിയൻ സ്ട്രൈക്കർ കോമി പെപ്രയെ സംബന്ധിച്ചിടത്തോളം ഡേവിഡ് കറ്റാലയും അദ്ദേഹത്തിൽ ഒരു ഇംപ്രസിംഗ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കിയുള്ള താരങ്ങളെക്കാൾ ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി ഒന്നും പെപ്രയ്ക്ക് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെ വന്നാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം പിരിച്ചുവിടുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നതും തീരുമാനിക്കാൻ പോകുന്നത് അടുത്ത് വരുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയായിട്ടുള്ള സൂപ്പർ കപ്പ് മത്സരത്തിലായിരിക്കും. സോ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ ആയിരിക്കും. ബൈ.